പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷകരിൽ കാത്തിരിപ്പുയർത്തിയ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ ആദ്യ യുഎസ്പി. മമ്മൂട്ടി ചിത്രത്തിൽ പ്രതിനായകനാകുന്നു ആദ്യമേ റിപ്പോർട്ടുകൾ എത്തിയിരുന്നെങ്കിലും ചിത്രത്തിന് ലോഞ്ച് വേദിയിലാണ് മമ്മൂട്ടി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ചിത്രത്തിന്റെ ഹൈപ്പ് ഉയർത്തിയ ഘടകവും ഇതും. ചിത്രത്തിലൂടെ മറ്റൊരു നവാഗത സംവിധായകൻ കൂടി അവതരിപ്പിക്കുകയാണ് മമ്മൂട്ടി. ജിതിൻ കെ ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടുകൾ എത്തിയിരുന്നെങ്കിലും ഇപ്പോഴാണ് പൂർണ്ണമായ ട്രാക്കിംഗിന് ശേഷമുള്ള കണക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ചിത്രം നേടിയ ഓപ്പണിംഗ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നോക്കാം. കേരളത്തിലെ പ്രധാന ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് കളങ്കാവൽ റിലീസ് അതേ ദിവസത്തിൽ നേടിയത് 4.92 കോടിയാണ്. ഈ വർഷം കേരളത്തിൽ ഒരു ചിത്രം നേടുന്ന ഏറ്റവും മികച്ച അഞ്ചാമത്തെ കളക്ഷനാണിത്. എമ്പുരാൻ, കൂലി, കാന്താര ചാപ്റ്റർ 1, തുടരും എന്നിവയാണ് ആദ്യ 4 സ്ഥാനങ്ങളുള്ള ചിത്രങ്ങൾ. മലയാള ചിത്രങ്ങളുടെ മാത്രം എടുത്താൽ ഈ വർഷം കേരളത്തിൽ നേടുന്ന ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗാണ് കളങ്കാവൽ നേടിയത്. 14.07 കോടി നേടിയ എമ്പുരാനാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം. രജനികാന്ത് ചിത്രം കൂലിയാണ് രണ്ടാം സ്ഥാനത്ത്. 9.75 കോടിയാണ് ചിത്രം നേടിയത്. മൂന്നാം സ്ഥാനത്ത് കന്നഡ ചിത്രം കാന്താര ചാപ്റ്റർ 1 ആണ്. 6.06 കോടിയാണ് ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ്. നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ 200 കോടി ക്ലബ്ബ് ചിത്രം തുടരുമാണ്. 5.10 കോടിയായിരുന്നു ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ്. DE0 ആറാം സ്ഥാനത്താണ്. 4.68 കോടിയാണ് പ്രണവ് മോഹൻലാൽ ചിത്രം നേടിയത്. ഏഴാം സ്ഥാനം സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ്. 3.26 കോടിയാണ് ഹൃദയപൂരത്തിന്റെ കേരള ഓപ്പണിംഗ്. മമ്മൂട്ടിയുടെ ബസുക്കയാണ് എട്ടാം സ്ഥാനം. 3.23 കോടിയാണ് ബസുക്കയുടെ കേരള ഓപ്പണിംഗ്. ലോക 9-മതും ആലപ്പുഴ ജിങ്കാന 10-മതും. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വിജയമായ ലോക ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടിയത് 2.70 കോടിയായിരുന്നു.